കിടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് സുഖമില്ലാഞ്ഞിട്ട് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടല്ലോ. പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് പാതിരാത്രി കിടന്നുറങ്ങിയിട്ട് പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളി കേൾക്കുമ്പോ ചാടി എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് വെറുതെയല്ല ഉപ്പാ, നീ കഷ്ടപ്പെടുന്നത് വെറുതെയല്ല, നിനക്ക് കിട്ടുന്ന പ്രതിഫലം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, ഒരു ദിവസം നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമല്ലോ, 6 അടി മണ്ണിനകത്ത് എടുത്ത് കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു എത്രയോ കൊല്ലങ്ങളെ വിവാഹം കഴിഞ്ഞ് കാത്തിരിക്കുകയാ. തനിക്കൊരു പൊന്നുമകനെ കിട്ടി, മകനോട് വല്ലാത്ത സ്നേഹമാ, എവിടെ പോയാലും തന്റെ പൊന്നുമകനെ കൊണ്ടുപോവുകയാണ്. അവസാനം അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു പ്രായമായി രോഗിയായി കിടക്കുകയാ, പ്രായമായി രോഗിയായി കിടക്കുകയാ. അതായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ 1 മാസത്തോളം അബൂ സിനാർ തങ്ങൾ കിടക്കുകയാ. അവസാനം മരണപ്പെട്ടു. മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്ത് കബറടക്കിയിട്ട് എല്ലാവരും പോവുകയാ, എല്ലാവരും മടങ്ങി പോവുകയാ. പക്ഷേ അബൂ സിനാനെന്ന് പൊന്നുമോ മടങ്ങുന്നില്ല. ചെറിയ കുട്ടിയാ, ചെറിയ കുട്ടിയാ, വാപ്പാന്റെ കബറിന്റെ ഭാഗത്ത് നിൽക്കുകയാ. എല്ലാവരും ചോദിച്ചു, സിനാനെ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? വാപ്പയോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ, വാപ്പയോടുള്ള കടമ കഴിഞ്ഞല്ലോ, വാപ്പ മരിച്ചു കഴിഞ്ഞല്ലോ, മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കി കഴിഞ്ഞല്ലോ, എല്ലാ ബാധ്യതയും കഴിഞ്ഞല്ലോ, എന്തിനാണ് കബറിന്റെ ഓരത്ത് നിൽക്കുന്നതെന്ന് പൊന്നുമകനോട് നാട്ടുകാർ ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയാ, ഇതിനകത്ത് കിടക്കുന്നത് എന്റെ വാപ്പയാ, എനിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ, ഇന്നലെ വരെ എന്റെ കൂടെ കിടന്ന വാപ്പയാ, ഇന്ന് വാപ്പ 6 അടി മണ്ണിനകത്താ. ഇതിനകത്ത് വാപ്പാന്റെ അവസ്ഥ എന്താ? ഇതിനകത്ത് ബെഡില്ലല്ലോ, ഇതിനകത്ത് പായില്ലല്ലോ, ഇതിനകത്ത് വെളിച്ചമില്ലല്ലോ, ഇതിനകത്ത് ഇരുളാണല്ലോ, കബറ് ഞെരുക്കുമല്ലോ. എന്റെ വാപ്പാടെ അവസ്ഥ എന്താണെന്നറിയാതെ എനിക്കെന്റെ വീട്ടിൽ പോയി കിടക്കാൻ കഴിയൂല. മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ കബറിന്റെ പുറത്ത് നിൽക്കുകയാ. സാലിഹായ മക്കളെങ്ങനെയാ, സാലിഹായ മക്കളെങ്ങനാ? പള്ളിക്കാട്ടിൽ കൊണ്ട് കുടിച്ചിട്ടവനോടൂല. സാലിഹായ മക്കളെങ്ങനാ? കബറിന്റെ പുറത്ത് നിന്നിട്ട് ദുആ ചെയ്യും. വാപ്പാന് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി ആര് പോയാലും അവന് കബറിന്റെ ഓരത്ത് നിന്ന് പോകൂല, അവൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ വാപ്പാന്റെ കബറിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്, അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. നിന്ന് അവസാനം ഇരിക്കുകയാ. അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് എപ്പോഴോ തളർന്നുറങ്ങിപ്പോവുകയാണ്. വാപ്പാടെ കബറിന്റെ ചാരത്ത് മകനിങ്ങനെ തളർന്നു കിടക്കുകയാണ്. ഉറക്കിപ്പോയി. അവസാനം ഉറക്കത്തിലുണ്ടല്ലോ മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു പൊന്നുമകന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരികയാ. വാപ്പ ചോദിച്ചു, പൊന്നുമോരെ എല്ലാരും പോയല്ലോ, എല്ലാരും പോയല്ലോ, എന്തിനാടാ നീ ഇവിടെ കിടക്കുന്നത്? ഈ പള്ളിക്കാട്ടില് ആത്മാക്കളുടെ റൂഹുകളെല്ലാമുള്ള ഈ പള്ളിക്കാട്ടിൽ എന്തിനാ തനിച്ച് കിടക്കുന്നത്? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പൊന്നുമകൻ ചോദിച്ചു, വാപ്പാ ഇതിനകത്ത് വാപ്പാടെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ലല്ലോ, ഇതിനകത്ത് വിളക്കില്ലല്ലോ, ഇതിനകത്ത് വിരിപ്പില്ലല്ലോ, ഇതിനകത്ത് പാമ്പുകളാണല്ലോ, ഇതിനകത്ത് തേളുകളാണല്ലോ, ഉപ്പാരെ കബറ് ഞെരുക്കുമല്ലോ. ഈ ഇടുങ്ങിയ കബറിനകത്ത് എന്റെ വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയാതെ എനിക്കെങ്ങനെ പോയി കിടന്നാൽ ഉറക്കം വരുമോ? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാ. മകൻ ചോദിച്ചു, വാപ്പാ 6 അടി മണ്ണിനകത്ത് എങ്ങനെയുണ്ടുപ്പാ? 6 അടി മണ്ണിനകത്ത് എങ്ങനെയുണ്ടുപ്പാ? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മക്കളെങ്ങനാ? നമ്മൾ പറയുമല്ലോ, വാപ്പാരോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. മരിച്ചുപോയ മാതാപിതാക്കളെ ഇന്ന് വരെയൊന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാ.
സ്വന്തം ഉപ്പ മരിച്ചിട്ട് കൊല്ലങ്ങളായി. എന്നെങ്കിലും ഒരു രാത്രി നിന്റെ ഉപ്പാടെ മുഖം നീ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉമ്മാന്റെ മുഖമൊന്ന് കണ്ടിട്ടുണ്ടോ? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ ഖബറിന്റെ പുറത്ത് കിടന്ന് വാപ്പയോട് ചോദിച്ചു, ഉപ്പാ എങ്ങനെയുണ്ട് വാപ്പാ? ആരുടെ മണ്ണിനകത്ത് എങ്ങനെയുണ്ട് വാപ്പാ? അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, മോനെ എന്നെ ഇതിനകത്ത് കൊണ്ടുവച്ചപ്പോ എന്നെ ഖബറിനിരിക്കിയത് എങ്ങനെയെന്നറിയുമോ? എടാ, ഉമ്മ കുഞ്ഞിന്റെ തലയിൽ തലോടുന്നത് പോലെ, എന്റെ പെറ്റുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം തരുന്നത് പോലെ ഖബറിനിരിക്കുമോരെ. ഞാൻ കിടക്കുന്നത് തറയിലല്ലടാ, ഞാൻ കിടക്കുന്നത് തറയിലല്ല പൊന്നുമോനെ, സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിനകത്താ. എന്ത് വെളിച്ചമെന്നറിയുവോ? എന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗം ഇങ്ങനെ തുറന്നു കാണിക്കും മോനെ. രാവിലെയും വൈകിട്ട് ഖബറിനകത്ത് കാലിന്റെ ഭാഗത്ത് സ്വർഗം തുറന്നു കാണിക്കുകയാ. എന്തൊരു വിശാലത എന്നറിയുവോ? ആറടി മണ്ണിന് എത്ര വലിയ വിശാലത എന്നറിയുവോ? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു ആറടി മണ്ണിനകത്ത് പള്ളിക്കാട്ടിൽ പെങ്ങളെ ഇതിനകത്ത് കുടിച്ചിട്ടിട്ടുണ്ട് പൊന്നുമോളെ. ഒന്ന് നോക്കു പെണ്ണ്, ഒന്ന് നോക്കു പെണ്ണ്. സീരിയലിന്റെ പെണ്ണിലിരുന്ന് ജീവിതം തുലയ്ക്കുന്ന, നിസ്കാരം കളയാക്കുന്ന, പർദ്ദ ധരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് കാഞ്ഞങ്ങാട് ടൗണിലൂടെ പർദ്ദ ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞ് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ആഡിറ്റോറിയം കയറി ഇറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, ഇതിനകത്തൊന്ന് കയറി നോക്കുമോളെ. ആറടി മണ്ണിനകത്ത് നിന്നെ കൊണ്ടുവെക്കുമ്പോ ഒരുത്തനും നിന്റെ കൂടെ കാണില്ല പൊന്നുമോളെ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ദുനിയാവിലെ ജീവിതത്തിനെക്കാളും ഹൈറായ ജീവിതമാ എന്റെ മണ്ണറ മണിയറയാണോ എന്റെ ഭാര്യകതാ വിവാഹം കഴിഞ്ഞ് പ്രഥമ രാത്രിയിൽ കിട്ടിയതിനേക്കാളും സന്തോഷവാ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പൊന്നുമകൻ ചോദിച്ചു, വാപ്പാ എങ്ങനെയാ വാപ്പാ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? അബൂ സിനാൻ തങ്ങൾ പറയുന്നു, മോരെ വാപ്പ രോഗിയായി 1 മാസം കിടന്നല്ലോ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് എഴുന്നേക്കാൻ പറ്റാതെ നിന്റെ വാപ്പ 1 മാസം കിടന്നല്ലോ. ആ സമയത്ത് പോലും നിന്റെ വാപ്പ ഒരു വക്കത്ത് കളഞ്ഞിട്ടില്ല മോരെ, ഒരു വക്കത്ത് പോലും നിന്റെ വാപ്പ കളഞ്ഞിട്ടില്ല. അതിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ അബൂ സിനാൻ തങ്ങൾ പറയുമ്പോൾ, ഈ പാതിരാത്രി കിടന്നു വന്നവരെ നിസ്കാരത്തിന്റെ വിഷയത്തിന് വിട്ടുവീഴ്ചയില്ല വാപ്പാ. ചെറുപ്പക്കാരാ ഒന്നുമില്ല പൊന്നുമോരെ, അതുകൊണ്ട് നിസ്കരിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പടച്ചവന്റെ മുന്നിൽ നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിന്നോട് ഒന്നും ചോദിക്കില്ല ചെറുപ്പക്കാരാ. എന്തിനാടാ? അല്ലാഹു നിന്നോട് നാളെ വിചാരണ ചെയ്യൂല, പടച്ചവൻ നിന്നോടൊന്നും ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. നാളെ ഇവിടുത്തെ പള്ളിക്കാട്ടിൽ നിന്ന് കബറിന്റെ മുകളിൽ എഴുന്നേറ്റ് 1000 കൊല്ലം ഇരുന്നിട്ട് നീ എഴുന്നേറ്റ് പടച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോ ഇവിടുന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും ചിന്താരങ്ങളിൽ കൊടികുത്തിവെച്ച് ഇടഞ്ഞും നടന്ന് ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കുഷ്ഠരോഗികളെ പോലെ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ പലരും 41 കോലത്തിൽ കടന്നു വരുമ്പോ പൊന്നുമോരെ, ഇവിടത്തെ പള്ളിയിൽ നിന്ന് പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരുമ്പോ കബറിന്റെ മുകളിൽ എഴുന്നേറ്റിരുന്ന് തലയുടെ മുകളിലുള്ള പച്ചമണ്ണ് തട്ടിക്കളഞ്ഞിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ല നിന്നോട് പറയുമടാ, വയദ്ഖുലൂനൽ ജന്നാ, ആ കാണുന്ന സ്വർഗം നിനക്കാ, ആ കാണുന്ന സ്വർഗം നിനക്കാ. ആ സ്വർഗത്തിൽ നിന്റെ പദവി എവിടെന്നറിയുവോ? നിന്റെ സ്ഥാനം എവിടെയെന്നറിയുവോ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി